രാജ്യത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമാവുകയും ഹോട്ടലുകളടക്കം അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുകയും ഹോർമോസ് കടലിടുക്കിലെ ചരക്കുനീക്കം നിർത്തലാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ LPG ഉപഭോഗത്തിന്റെ 60% ഇറക്കുമതിയിലൂടെയാണ് നാം കണ്ടെത്തുന്നത്. ഈ ഇറക്കുമതിയുടെ 90% വരുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് LPG ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതും എസൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് പ്രയോഗത്തിൽ കൊണ്ടുവന്നതും. ഇനി പെട്രോൾ ഡീസൽ കാര്യത്തിലേക്ക് വരാം. അതിനാവശ്യമായ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ആകെ ഉപയോഗത്തിന്റെ ഏതാണ്ട് 88% ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ഇതിൽ മുൻപന്തിയിൽ. 70% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ഇന്ത്യയുടെ കാര്യത്തിൽ നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിന് പുറത്തുകൂടിയാണ്. ട്രംപിന്റെ വാക്കുകേട്ട് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അവിടെയും പ്രതിസന്ധി ഉണ്ടായേനെ എന്ന് ചുരുക്കം. US, കാനഡ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും LPG ഇറക്കുമതിക്ക് ഇന്ത്യ സമാന്തരമായി ശ്രമം തുടങ്ങി.